Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Fine, Suhaila, fine. Okay, നമുക്ക് തുടങ്ങാം. കുറച്ചും കൂടി ഒരു കുറച്ചും കൂടി ഉണ്ട് നമുക്കല്ലേ, അതുകൂടി നെക്സ്റ്റ് പുതിയ പേജ് നമ്പർ ഒന്ന് പറഞ്ഞെടുത്തേ. പേജ് നമ്പർ 53. മഴ വിട്ട് വിട്ട് കേൾക്കണല്ലേ? ഓക്കെ, നെറ്റിന്റെ പ്രോബ്ലം ഉണ്ടാവും മഴ വരുമ്പോഴേ, അതായിരിക്കുള്ളൂ. ഇവിടെ മഴയുണ്ട്, ചെറുതായിട്ട് മഴയുണ്ട്. ഓക്കെ, നമുക്ക് തുടങ്ങാം. അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള അഡ്മിഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതാണ് അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഞാനിങ്ങനെ ഓരോന്ന് ഒരേ ലൈൻ മേടിച്ച് വായിച്ച് അതിന്റെ അർത്ഥം പറഞ്ഞു തരുമ്പോ എന്റെ പോർഷൻസ് തീരണില്ല. അപ്പൊ എന്നെ ഇവിടെ അവര് പറഞ്ഞു തന്നത് മൊത്തം വായിച്ചിട്ട് അതിലുള്ള കണ്ടന്റ് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി എന്നാണ്. ഒരേ വേർഡ് വെച്ച് അർത്ഥം പറഞ്ഞു കൊടുക്കണ്ടെന്നാണ്. കാരണം എന്റെ മാത്രം ഇപ്പൊ പെൻഡിങ് ആണ്. എല്ലാവരുടെയും 2-3 ചാപ്റ്റർ ഒക്കെ കഴിഞ്ഞു. നമ്മുടെ ഔട്ട് പേഷ്യന്റ് കഴിഞ്ഞിട്ടുള്ളൂ, ഇൻ പേഷ്യന്റ് കഴിയാനായി. അപ്പൊ നിങ്ങളോട് നിഷ ടീച്ചർ സംസാരിച്ചിട്ടുണ്ടാവും കാര്യങ്ങളൊക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് എടുത്ത് പോകാൻ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് വേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ പറഞ്ഞു തരും. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം. ഒരേ ലൈൻ നമ്മൾ ഇങ്ങനെ പറയുമ്പോഴേ നിൽക്കില്ല. ആകെ 1 മണിക്കൂറുള്ളൂ. പിന്നെ നിൽക്കണെങ്കിൽ 6 മാസത്തെ കോഴ്സുള്ള നമുക്ക് 42 ലെസൺസ് എടുത്ത് തീർക്കാനുണ്ട്. അപ്പൊ ഒക്കെ കൂടി തീരില്ല. ഓക്കെ, താങ്ക് യു ജസീല, താങ്ക് യു. അപ്പൊ നമുക്ക് അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റ് നോക്കാം. വെൻ ദേ ഗെറ്റ് ഫസ്റ്റ് 8 പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ പോയിന്റ് മാത്രം നോക്കാം. ഫസ്റ്റ് പറഞ്ഞേക്കണം എന്താ? When they get confirmation that a patient has arrived with an emergency to the hospital campus, the first thing they do is give a call toward boys and patient's attendants to shift the patient from ambulance to structure. ഇതിലെന്താ ഫസ്റ്റ് പറഞ്ഞേക്കണേ? ഫസ്റ്റ് വൺ പറഞ്ഞേക്കണത് ഹോസ്പിറ്റലിലേക്ക് ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നാൽ when they get confirmation that the patient has arrived, എന്തെങ്കിലും ഒരു എമർജൻസി ആയിട്ടാ, ഒരു അത്യാഹിതമായിട്ട്, ഒരു എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിന്റെ ക്യാമ്പസിൽ, ആ ഹോസ്പിറ്റലിന്റെ ഉള്ളിലോട്ട് ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ആ പേഷ്യന്റിനെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്? നമ്മൾ ആ പേഷ്യന്റിനെ സ്വീകരിക്കേണ്ടത്? The first thing they do, give a call toward boys. ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് വേണം? ആ വാർഡിലുള്ള ബോയ്സ്, വാർഡിൽ ആരാണോ ഉള്ളത്, വാർഡിലെ സിസ്റ്റർ ആണോ ബോയ്സ് ആണോ, അവരെ നമ്മൾ ഇൻഫോം ചെയ്യണം. അവരെ നമ്മൾ അറിയിക്കണം. പേഷ്യന്റിനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വാർഡ് ബോയ്മാരെ, പിന്നെ ആരെയാണ്? പേഷ്യന്റ് അറ്റൻഡൻസ്, പേഷ്യന്റിന്റെ അറ്റൻഡൻസ് ടു ഷിഫ്റ്റ് ദ പേഷ്യന്റ്. പേഷ്യന്റിനെ നമ്മൾ എവിടേക്കാണോ ഷിഫ്റ്റ് ചെയ്യണേ അതിന് വേണ്ടിയിട്ട് അറ്റൻഡർമാരെയും ആംബുലൻസിൽ നിന്ന് സ്ട്രക്ചറിലേക്ക് മാറ്റാൻ വിളിക്കണം. അതാണ് പേഷ്യന്റ് ഫ്രം ആംബുലൻസ് ടു സ്ട്രക്ചർ. പേഷ്യന്റിനെ നമ്മൾ ആംബുലൻസിലേക്ക് മാറ്റണം. അത്
ആംബുലൻസിൽ നിന്ന് പുറത്തുനിന്ന് വന്ന പേഷ്യന്റ് ആണ്, ഔട്ട് പേഷ്യന്റ് ആണ് അല്ലെ, നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് പുറത്തുനിന്ന് ഒരു പേഷ്യന്റ് വരെയാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ ആംബുലൻസിൽ ഒരു പേഷ്യന്റ് പുറത്തുനിന്ന് വരുമ്പോൾ നമ്മൾ എന്ത് വേണം, ആദ്യം തന്നെ അറ്റൻഡറിനെ വിളിക്കണം വേണ്ടേ? അറ്റൻഡറിനെ വിളിച്ചിട്ട് സ്ട്രക്ചർ മാറ്റി സ്ട്രക്ചറിൽ നിന്ന് ആംബുലൻസിൽ നിന്ന് ഇറക്കാൻ പറയണം. അതുപോലെ തന്നെ വാർഡ് ബോയ്, അവിടെ മെയിൽ നഴ്സുമാരുണ്ടാവും വാർഡിൽ, ഓരോ വാർഡില് മെയിൽ നഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ വാർഡ് ബോയ് ആയിട്ട് ഓരോ ഇൻചാർജ് ഓരോരുത്തർക്ക് കൊടുത്തിട്ടുണ്ടാവും. അവരോട് അറിയിക്കണം ഇങ്ങനെ ഒരു പേഷ്യന്റ് ആംബുലൻസിൽ നിന്ന് വന്നിട്ടുണ്ട്. എന്നിട്ട് വേണം നമ്മള് ഫസ്റ്റ് അവർക്ക് വേണ്ട കെയറും ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കാനായിട്ട്. അപ്പൊ ഫസ്റ്റ് തന്നെ പോയിന്റ് എന്നാണ് പറഞ്ഞത്, അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഒരു പേഷ്യന്റ് അഡ്മിഷൻ ആയാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, അവർക്ക് പേഷ്യന്റ് അറൈവ്ഡ് എമർജൻസി ക്യാമ്പസ് ഹോസ്പിറ്റലിലെ ക്യാമ്പസിലോട്ട് ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മള് ടു ഗീവ് എ കോൾ ടു വാർഡ് ബോയ്സിനെ അറിയിക്കണം. അതുപോലെ തന്നെ പേഷ്യന്റ് അറ്റൻഡർമാരെ ചെന്നിട്ട് അവരോട് പറയണം പേഷ്യന്റിനെ സ്ട്രക്ചറിൽ നിന്ന് ആംബുലൻസിൽ നിന്ന് സ്ട്രക്ചറിലോട്ട് കിടത്താൻ. ആംബുലൻസ് പേഷ്യന്റ് ആണെങ്കിൽ അവരെ ആംബുലൻസിൽ നിന്ന് സ്ട്രക്ചറിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറയണം. അതാണ് അവിടെ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത്. സെക്കൻഡ് പോയിന്റ്, ഗീവ് എ കോൾ ടു എ മെഡിക്കൽ ഓഫീസർ. സെക്കൻഡ് എന്ത് ചെയ്യണം, മെഡിക്കൽ ഓഫീസർ ആരാണോ അവരോട് നമ്മൾ വിളിക്കുക, അവരോട് പറയുക അങ്ങനെ ഒരു എമർജൻസി പേഷ്യന്റ് പുറത്തുനിന്ന് എവിടെന്നോ വേറൊരു ഹോസ്പിറ്റലിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തു നിന്നോ വന്നിട്ടുണ്ട്. ഗീവ് എ കോൾ എ മെഡിക്കൽ ഓഫീസറിനെ വിളിക്കുക. ഫസ്റ്റ് പോയിന്റ് വാർഡ് ബോയിനെ വിളിക്കുക, പിന്നെ പേഷ്യന്റിനെ സ്ട്രക്ചറിലോട്ട് മാറ്റാനായിട്ട് അറ്റൻഡറിനെ വിളിക്കുക. അതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. സെക്കൻഡ് മെഡിക്കൽ ഓഫീസറിനെ വിളിക്കുക. തേർഡ് വൺ എന്താ, after the medical officer examines the patient, they ask to where they have to shift a patient. എന്താ പറഞ്ഞേ, മെഡിക്കൽ ഓഫീസർ ഒരു രോഗിയെ പരിശോധിച്ച ശേഷം ആ പേഷ്യന്റിനെ എവിടേക്കാണ് മാറ്റേണ്ടത് എന്ന് അവരോട് ചോദിക്കണം. അതാണ് പറഞ്ഞത്. ആഫ്റ്റർ എ മെഡിക്കൽ ഓഫീസർ എക്സാമിൻ ദ പേഷ്യന്റ്, ഒരു പേഷ്യന്റിനെ നമ്മൾ സ്ട്രക്ചറിൽ നിന്ന് ഇറക്കി മെഡിക്കൽ ഓഫീസറോട് ചെന്ന് പറഞ്ഞു. മെഡിക്കൽ ഓഫീസർ വന്നു, പേഷ്യന്റിനെ പരിശോധിച്ചു. അപ്പൊ ഇവിടെ മെഡിക്കൽ ഓഫീസർ എന്ന് പറയുന്നത് ആരായിരിക്കും? പേജ് ആണോ? പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കും, 53 എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ മെഡിക്കൽ ഓഫീസർ എന്ന് പറയുന്നത് ഡോക്ടറാണ്, ഫിസിഷ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഈ ഫിസിഷ്യൻ എന്താ, ഈ ഫിസിഷ്യൻ എക്സാമിൻ ചെയ്തു, പേഷ്യന്റിനെ പരിശോധിച്ചു. എന്നിട്ട് എന്ത് വേണം, ദേ ആസ്ക് ഹിം, ആ പേഷ്യന്റിനോട് ചോദിക്കണം. എന്ത് വേണം, പേഷ്യന്റിനോട് ചോദിക്കണം. എന്തെന്താ ചോദിക്കണ്ടേ, ആ പേഷ്യന്റിനെ എവിടേക്കാണ് മാറ്റേണ്ടതെന്ന് അല്ലെ, പേഷ്യന്റിനെ എവിടേക്കാണ്. കണ്ടീഷൻ അനുസരിച്ച് വല്ല എമർജൻസി നമ്മൾ ICUലോട്ട് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പെട്ടെന്ന് എന്തെങ്കിലും എമർജൻസി ആണെങ്കിൽ നമ്മൾ മാറ്റും. അതല്ലെങ്കിൽ പേഷ്യന്റിനോട് നമ്മൾ ചോദിക്കണം. ദേ ആസ്ക് ഹിം they have to shift the patient. നമ്മൾ ചോദിക്കണം പേഷ്യന്റിനോട്, അല്ല ദേ ആസ്ക് ഹിം, നമ്മൾ ഡോക്ടറോട് ചോദിക്കണം. പേഷ്യന്റിനെ നമ്മൾ പരിശോധിച്ചതിന് ശേഷം പേഷ്യന്റിനെ എവിടേക്കാണോ ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്ന് നമ്മള് ഡോക്ടറോട് ചോദിക്കണം. ഓക്കെ, എമർജൻസി പേഷ്യന്റ് ആയതുകൊണ്ട് പേഷ്യന്റിന് മിക്കവാറും വല്ല ഓപ്പറേഷൻ തിയേറ്ററിലോട്ടോ അല്ലെങ്കിൽ ICUലോട്ടോ ഷിഫ്റ്റ് ചെയ്യാനായിരിക്കും അല്ലെ. നേരിട്ട് ആ പേഷ്യന്റിന് ഒരു ഒബ്സർവേഷൻ ചെയ്യാനോ ഡോക്ടർ OPയിലേക്ക് പരിശോധനത്തിന് അയക്കില്ല. എമർജൻസി പേഷ്യന്റ് നമ്മളോട് ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഹെഡിങ് തന്നെ അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യന്റിനെ എവിടേക്കാണോ ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്ന് നമ്മള് ഡോക്ടറോട് ചോദിക്കണം. പേഷ്യന്റിനെ എക്സാമിൻ ചെയ്ത ഡോക്ടറോട് നമ്മൾ ചോദിക്കണം പേഷ്യന്റിനെ എവിടേക്കാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്ന്. നാലാമത്തെ പോയിന്റ് എന്താ, ജനറലി ദേ ഷിഫ്റ്റ് ദ പേഷ്യന്റ് ടു ദ ICU and after the patient becomes stable or then shift the patient to the concerned ward. എന്താ, നമ്മൾ സാധാരണയായിട്ട് ഇങ്ങനെയുള്ള എമർജൻസി പേഷ്യന്റിനെ സാധാരണയായിട്ട് നമ്മൾ എവിടേക്കാ ഷിഫ്റ്റ് ചെയ്യാറ്, ICUലോട്ട്, ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അവിടേക്കാണ് സാധാരണ പേഷ്യന്റിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യാറ്. അങ്ങനെ പേഷ്യന്റിനെ ICUലേക്ക് മാറ്റുകയും അതുപോലെ തന്നെ മാറ്റിയതിനു ശേഷം പേഷ്യന്റിന്റെ ആ ഒരു പേഷ്യൻസിന്റെ കണ്ടീഷൻ അത് നമ്മൾ നോക്കിയതിനു ശേഷം സ്റ്റേബിൾ കറക്റ്റ് ആണ്, പേഷ്യന്റ് നല്ല കറക്റ്റ് കണ്ടീഷൻ ആണ് എന്ന് അത് അറിഞ്ഞതിന് ശേഷം നമ്മള് പേഷ്യന്റിനെ ബന്ധപ്പെട്ട വാർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. ചിലപ്പോ വല്ല ആക്സിഡന്റ് കേസായിട്ട് വന്നതായിരിക്കും. അപ്പൊ എന്തായിരിക്കും, ആക്സിഡന്റ് കേസ് ആകുമ്പോ വല്ല എല്ലൊടിയെ, എല്ല് മുറി, എല്ല് രണ്ടാവേ അങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓർത്തോ കേസ് ആയിരിക്കും അല്ലെ.
എല്ലുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ ഓർത്തോ കേസ് ആയിരിക്കും. അപ്പൊ ഡോക്ടർ പരിശോധിച്ചു, അതിനുശേഷം എല്ലിന് ഒരു ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം അവരവിടൊക്കെ ഏത് വാർഡിലാണ് കൊണ്ടുപോവാ? സ്റ്റേബിൾ ആയി, പേഷ്യന്റിന്റെ കണ്ടീഷനൊക്കെ സ്റ്റേബിൾ ആയതിനു ശേഷം അവർക്ക് പറ്റിയ കൺസേൺഡ് വാർഡ് ഏതായിരിക്കും? ഓർത്തോ വാർഡ്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യന്റിനെ ഓർത്തോ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ അത് നോക്കണം. അതാണ് 4ാമത്തെ പോയിന്റ് പറഞ്ഞേക്കുന്നത്. 5ാമത്തെ പോയിന്റിൽ പറഞ്ഞത് ആഫ്റ്റർ കൗൺസിലിംഗ് വിത്ത് ദ കൺസൾട്ടന്റ് ആൻഡ് പെർമിഷൻ ഓഫ് ദ സെയിം ഡേ രജിസ്റ്റർ പേഷ്യൻസ് ഇൻ ദ IPD രജിസ്റ്റർ ആൻഡ് ദെയർ സോഫ്റ്റ്വെയർ ടു. എന്താ വെച്ചാൽ എന്താ? കൺസൾട്ടുമാരുടെ എന്ന് വെച്ചാൽ ഡോക്ടർമാരുടെ പേഷ്യന്റിനെ കൺസൾട്ട് ചെയ്യണ കൺസൾട്ടുമാരുടെ കൗൺസിലിംഗിന് ശേഷം അവരായിട്ടുള്ള ആ ഒരു കൂടിക്കാഴ്ചക്ക് ശേഷം അവരുടെ അനുമതിയോടുകൂടി അവർ എവിടെ രജിസ്റ്റർ ചെയ്യണം? ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ രജിസ്റ്ററിലും അവരുടെ സോഫ്റ്റ്വെയറിലും രോഗികളെ നമ്മൾ പേഷ്യന്റിനെ രജിസ്റ്റർ ചെയ്യണം. അത് വേണം. നമ്മൾ പഠിച്ചു, ഒരു പേഷ്യന്റ് വന്ന് അഡ്മിഷൻ ആയി കഴിഞ്ഞാൽ പേഷ്യന്റിന് നമ്മൾ എവിടെ അഡ്മിഷൻ ചെയ്യണം? അതാണ് പറഞ്ഞത്. രജിസ്റ്റർ, IPD രജിസ്റ്ററിൽ. പിന്നെ പേഷ്യന്റിന്റെ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോ പേഷ്യന്റ് ഫസ്റ്റ് തന്നെ ടോക്കൺ എടുക്കണം തുടങ്ങി. ടോക്കൺ എടുത്ത് നമ്പർ എടുത്ത് ഡോക്ടറെ കണ്ടുവന്ന വരെ നമ്മൾ ഒരു രജിസ്റ്റർ ചെയ്യും. ഇത് എമർജൻസി പേഷ്യന്റ് ആണ്, ആംബുലൻസിലാണ് വന്നത്. പേഷ്യന്റ് വന്നപ്പോ തന്നെ പേഷ്യന്റിന്റെ വയസ്സും ജെൻഡറും എല്ലാം അഡ്രസ്സൊക്കെ പറഞ്ഞു നമ്മൾ ഒരു ഫയൽ എടുത്തിട്ടുണ്ട് അല്ലെ? പേഷ്യന്റിന്റെ പേരില് ഒരു ഫയൽ എടുത്തിട്ടുണ്ട്. ഈ ഫയൽ എടുക്കുമ്പോ തന്നെ അവിടെ ഒരു ഡാറ്റ ക്രിയേറ്റീവ് ആവുകയാണ് അല്ലെ? പേഷ്യന്റിന്റെ പേരില് ഒരു സ്വന്തമായിട്ട് ഒരു ഡാറ്റ ക്രിയേറ്റീവ് ആവും. ആ ഡാറ്റയിലാണ് പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇരിക്കുന്നത്. അതാണ് പറഞ്ഞത് ആഫ്റ്റർ കൗൺസിലിംഗ് എന്ന് വെച്ചാൽ ആ പേഷ്യന്റിനെ കണ്ടതിന് ശേഷം കൺസൾട്ടന്റ് ചെയ്തതിന് ശേഷം പെർമിഷൻ ഓഫ് ദ സെയിം ഡേ രജിസ്റ്റർ പേഷ്യൻസ് IPD രജിസ്റ്റർ ആൻഡ് ദെയർ സോഫ്റ്റ്വെയർ. പേഷ്യന്റിന്റെ കാര്യങ്ങളെല്ലാം IPD രജിസ്റ്ററിലും അതുപോലെ തന്നെ സോഫ്റ്റ്വെയറിലൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോന്ന് കറക്റ്റ് നമ്മൾ നോക്കണം. അത് ആ ഒരു ദിവസം സെയിം ഡേയിൽ തന്നെ പേഷ്യന്റ് അഡ്മിഷൻ ആയ ഡേറ്റിൽ തന്നെ വേണം ഈ IPD രജിസ്റ്ററിലും സോഫ്റ്റ്വെയറിലും ഇത് രജിസ്റ്റർ ചെയ്യാനായിട്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്തിടാം. ഏത് ദിവസം വേണം നമ്മൾ പേഷ്യന്റിനെ IPD രജിസ്റ്ററിലും സോഫ്റ്റ്വെയറിലും രജിസ്റ്റർ ചെയ്യേണ്ടത്? ഏത് ദിവസവും? അതേ ദിവസം തന്നെ പേഷ്യന്റ് ഡോക്ടർ കൺസൾട്ടന്റ് ചെയ്ത ഡേറ്റ് ആരുടെ ഡേറ്റ് ആണോ ആ ഡേറ്റിൽ തന്നെ വേണം. ഓക്കെ, നെക്സ്റ്റ് 6ാമത്തെ പോയിന്റ്. ഫിൽ ദ പേഷ്യന്റ് കൺസെന്റ് ഫോം ആൻഡ് ആഫ്റ്റർ ടെല്ലിംഗ് ദം ദ പർപ്പസ് ആൻഡ് മീനിങ് ഓഫ് ദ ഫോം ഗെറ്റ് ഇറ്റ് സൈൻഡ് ബൈ ദ പേഷ്യന്റ് റിലേറ്റീവ്സ്. എന്താ പറഞ്ഞേ? പേഷ്യൻസിന്റെ സമ്മതപത്രം പൂരിപ്പിക്കുക എന്ന് വെച്ചാൽ ഒരു കൺസെന്റ് ഫോം. പേഷ്യന്റ് എമർജൻസി പേഷ്യന്റ് ആണ്. അപ്പൊ ആ പേഷ്യന്റിന് എന്ത് ബുദ്ധിമുട്ട്, എന്ത് എഫേർട്ട്, എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ വേണം അതിലെ റെസ്പോൺസിബിലിറ്റി ചെയ്യാൻ. അപ്പൊ അതുപോലെ പേഷ്യന്റിന്റെ സമ്മതപത്രം പൂരിപ്പിച്ച ഫോമിന്റെ നമ്മൾ അതിന്റെ ഉള്ള ഇതിന്റെ ഉദ്ദേശം എന്താണ്, എന്തുദ്ദേശത്തിന് വേണ്ടിയാണോ ഈ ഫോം പൂരിപ്പിച്ചത്? 53 പേജ് നമ്പർ 53. ആ ഉദ്ദേശ്യവും അർത്ഥവും പറഞ്ഞതിന് ശേഷം ബന്ധുക്കൾക്ക് കൊണ്ടൊപ്പിടിപ്പിക്കണം. കാണാൻ പറ്റുന്നില്ലേ? ആർക്കാ കാണാൻ പറ്റാത്തത്? നെറ്റ് സ്ലോ കൊണ്ടായിരിക്കും. ഒന്നിറങ്ങി കയറി വരാൻ മതി, ശരിയാവും. അപ്പൊ എന്താ പറഞ്ഞേ? 6ാമത്തെ പോയിന്റ്. ഫിൽ ദ പേഷ്യന്റ് കൺസെന്റ്. പേഷ്യന്റിനെ കൊണ്ട് ഒരു ഫോമില് ഒപ്പിടിക്കാം. ഓക്കെ, പേഷ്യന്റിനെ കൊണ്ട് ഒപ്പിടിക്കണം ഒരു ഫോമില്, കൺസെന്റ് ഫോമില്. എന്തെന്ന് പറഞ്ഞ് വേണം ഒപ്പിടിക്കാൻ? ടെല്ലിംഗ് ദം ദ പർപ്പസ് ആൻഡ് മീനിങ് ഓഫ് ഫോം. ആ ഫോമിന്റെ ലക്ഷ്യം എന്താണ്, പർപ്പസ് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ആ ഫോം, അതിനുള്ള കാര്യങ്ങൾ എന്താണെന്ന് റിലേറ്റീവ്സിനും പേഷ്യൻസിനോടും പറഞ്ഞ് ബോധ്യപ്പെടുത്തതിന് ശേഷം വേണം ആ കൺസെന്റില് ഒപ്പിടാൻ. 7ാമത്തെ പോയിന്റ് എന്താ? സെൻഡ് ദ ഫയൽ ഓഫ് പേഷ്യന്റ് ടു ദ കറസ്പോണ്ടിങ് വാർഡ് where the medical officer has asked the patient to be shifted. എന്താ പറഞ്ഞേ? പേഷ്യന്റിനെ മാറ്റാൻ മെഡിക്കൽ ഓഫീസർ ആവശ്യപ്പെട്ട വാർഡിലേക്ക് രോഗിയെ ഫയൽ ചെയ്യണം എന്ന് വെച്ചാൽ സെൻഡ് ദ ഫയൽ, പേഷ്യന്റിന്റെ ഫയല്, പേഷ്യന്റിന്റെ ഫുൾ ഡീറ്റെയിൽ അടങ്ങിയ ഫയല് ആ പേഷ്യന്റിനെ മെഡിക്കൽ ഡോക്ടർ, മെഡിക്കൽ ഓഫീസർ എന്ന് പറയുന്ന നമ്മളുടെ ഫിസിഷ്യൻ എവിടേക്കാണോ പേഷ്യന്റിനെ മാറ്റാൻ പറഞ്ഞത് ആ വാർഡിലോട്ട് വേണം പേഷ്യന്റിന്റെ ഫയൽ ചെയ്യാൻ, ഫയല് കൊടുക്കാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് 8ാമത്തെ പോയിന്റ് എന്താ?
confirming that the file of the patient is received by the MO of the corresponding ward. MO എന്ന് വെച്ചാൽ മെഡിക്കൽ ഓഫീസർ, നമ്മുടെ ഫിസിഷ്യൻ, ഡോക്ടർ. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞേ, പേഷ്യന്റിന്റെ ഫയലുമായിട്ട് ബന്ധപ്പെട്ട വാർഡിലെ മെഡിക്കൽ ഓഫീസർക്ക് ലഭിച്ചുവെന്ന് ആ ഫയലുകളെല്ലാം നമ്മൾ പറഞ്ഞു. പേഷ്യന്റിന് ഏത് വാർഡിലായിട്ടാണോ കൊടുക്കണത് അതിലോട്ട് തന്നെ വേണം പേഷ്യന്റിന്റെ ഫയലും കൊടുക്കാൻ. പേഷ്യന്റിന്റെ ഫയലും പേഷ്യന്റിനെ കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് വേണം, രോഗിയുടെ ഫയല് ബന്ധപ്പെട്ട വാർഡിലെ മെഡിക്കൽ ഓഫീസർക്ക് ലഭിച്ചു, ഡോക്ടറെ കൊണ്ട് കൊടുക്കണം. ഇന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് മെഡിക്കൽ ഓഫീസറെ കൊണ്ട് കിട്ടിയെങ്കിൽ നമ്മൾ അത് ഉറപ്പ് വരുത്താം. ഓക്കെ, അത്രയാണ് 8 പോയിന്റുകൾ. ഒന്നുകൂടിയും പറയാ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് പേഷ്യന്റിനെ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് സ്വീകരിക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ തന്നെ പേഷ്യന്റിനെ സ്വീകരിക്കാനായിട്ട് ഒരു അറ്റൻഡർ ചെല്ലണം, സ്ട്രക്ചറിൽ, ആംബുലൻസിൽ നിന്ന് സ്ട്രക്ചറിൽ കിടക്കാൻ. അതിനുശേഷം നമ്മൾ പേഷ്യന്റിനെ കൊണ്ടുവന്ന് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കിടത്തി. എന്നിട്ട് നമ്മൾ മെഡിക്കൽ ഓഫീസറിനെ കോൾ ചെയ്തു. മെഡിക്കൽ ഓഫീസർ വന്നു, പേഷ്യന്റിനെ പരിശോധിച്ചു. അതിനുശേഷം പേഷ്യന്റിനെ എവിടേക്കാണോ ഷിഫ്റ്റ് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. നാലാമതായിട്ട് പേഷ്യന്റിനെ ICUലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അല്ലെങ്കിൽ പേഷ്യന്റിന് കൺസേൺ ആയ വാർഡ്, ICU അല്ലെങ്കിൽ ഏത് വാർഡിലോട്ടാണോ കൺസേൺ ആയത് അവിടേക്ക് നമ്മൾ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യണം. എപ്പോ ഷിഫ്റ്റ് ചെയ്യണം? ICUല് ഷിഫ്റ്റ് ചെയ്ത പേഷ്യന്റിന് അവരുടെ അസുഖങ്ങൾ മാറി സ്റ്റേബിൾ ആണ്, ഇപ്പൊ ഒരു കുഴപ്പവും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം പേഷ്യന്റിനെ നമ്മൾ വാർഡിലോട്ട് മാറ്റാം. ആഫ്റ്റർ കൗൺസിലിംഗ് കഴിഞ്ഞു, ഡോക്ടറായിട്ട് പേഷ്യന്റിന്റെ കൺസൾട്ടന്റും കൗൺസിലിംഗ് കഴിഞ്ഞതിന് ശേഷം ആ പേഷ്യന്റിന്റെ ഫുൾ ഡീറ്റെയിൽ IPD രജിസ്റ്ററിൽ അല്ലെങ്കിൽ അവരുടെ സോഫ്റ്റ്വെയറിൽ കറക്റ്റ് ആയിട്ട് രേഖപ്പെടുത്തണം. പിന്നെന്താ, പേഷ്യന്റിന്റെ കൺസെന്റ് ഫോമിൽ ഒപ്പിടിപ്പിക്കണം പേഷ്യന്റിനെ കൊണ്ട്. അതെന്തിനാ? പേഷ്യന്റിന് എന്ത് വന്നാലും ഞങ്ങൾ ഉത്തരവാദിയല്ല, അതിന്റെ പർപ്പസ് എന്താണോ, ആ ഫോമിന്റെ ലക്ഷ്യങ്ങൾ എന്താണോ എന്ന് പേഷ്യന്റിനും അവരെ ബൈസ്റ്റാൻഡറിനും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം ആ കൺസെന്റ് ഫോമിൽ അവരെ കൊണ്ട് ഒപ്പിടിക്കുക. നെക്സ്റ്റ് എന്താ, അവരുടെ പേഷ്യന്റിന്റെ ഫയല്, പേഷ്യന്റിന്റെ ഏത് വാർഡിലായിട്ടാണോ കൊണ്ടുപോയത് ആ വാർഡിലോട്ട് തന്നെ പേഷ്യന്റിന്റെ ഫയലും എത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. പേഷ്യന്റിന്റെ ഫയലും പേഷ്യന്റും അവിടെ എത്തി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മെഡിക്കൽ ഓഫീസറിന് അറിയിക്കുക. അത്രയാണ് നമ്മുടെ 8 പോയിന്റ്സ് അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഇനി നമ്മുടെ ഈ പാഠം ഫുള്ള് കഴിഞ്ഞു. എങ്ങനെയുണ്ട്? എളുപ്പമുണ്ടാ മക്കളെ? നിങ്ങൾക്ക് ഇത് എളുപ്പമാണോ ബുദ്ധിമുട്ടാണോ? എങ്ങനെയാണ്? ഈസിയാണ്. ഓക്കെ, നമ്മള് മലയാളത്തിൽ പോലെ നമ്മളൊരു ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് ഈ പേഷ്യന്റ് എന്ന് പറയുമ്പോ പുറത്തുനിന്ന് വല്ല പേഷ്യന്റ് ആണ്, കുഴപ്പമില്ല, സുഖയില്ല. ഓക്കെ, അപ്പൊ ഇതൊക്കെ അങ്ങോട്ട് നോക്കിയാൽ മതി, വെറുതെ വായിച്ചാൽ മതി, എളുപ്പമാണ്. ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായി പഠിക്കുക. ഇനി നമ്മള് പുതിയ ചാപ്റ്റർ എടുക്കാൻ പോയത്. പുതിയ ചാപ്റ്റർ ഇതിലും സിമ്പിൾ ആണ്, വെന്റിലേറ്റർ. കൺഫ്യൂഷൻ വരുന്നു. എന്തിനാ മാജിദ കൺഫ്യൂഷൻ? മാജിദക്ക് എന്താ കൺഫ്യൂഷൻ വരുന്നേ? എവിടെയാണ് കൺഫ്യൂഷൻ? ഈ പാഠത്തിൽ കൺഫ്യൂഷൻ ആണോ? കൺഫ്യൂഷൻ ഒന്നുമില്ല, അത് മനസ്സിലാക്കി പഠിച്ചാൽ മതി. ആ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് ഓർത്ത് മനസ്സിലാക്കി പഠിച്ചാൽ മതി. അപ്പൊ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല കേട്ടാ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ എടുക്കാം. ചാപ്റ്റർ 13 വെന്റിലേറ്റർ. എല്ലാവരും എടുത്തോ. ഇതിൽ 13 ആണ്, നിങ്ങളുടെ എത്രയെന്ന് അറിയില്ല. മൊഡ്യൂള് 1 തന്നെയാണ് കിടക്കണേ. പേജ് നമ്പർ 69. എല്ലാവരും എടുത്തോ, ഒന്ന് പറഞ്ഞു കൊടുക്ക്. കിട്ടിയവരൊന്ന് പറഞ്ഞു കൊടുക്ക. കിട്ടിയവരൊന്ന് പറഞ്ഞു കൊടുക്ക. 69 പേജ് നമ്പർ, ചാപ്റ്റർ ഒന്ന് പറഞ്ഞു കൊടുക്ക്. ചാപ്റ്റർ എത്രയാണ്? മൊഡ്യൂള് 1 ചാപ്റ്റർ 13 പേജ് നമ്പർ 69. ഓക്കെ, ഒരുപാട് പേരുണ്ടല്ലോ. ദൂരം പേരാ മെസ്സേജ് ചെയ്യണേ. കിട്ടി എല്ലാവർക്കും? ഓക്കെ ഓക്കെ, ആ കിട്ടി. അപ്പൊ ഇനി നമുക്ക് എടുക്കാം വെന്റിലേറ്റർ. വെന്റിലേറ്റർ എന്ന് വെച്ചാൽ എല്ലാവരുടെ മനസ്സിലുണ്ടാവാം. വെന്റിലേറ്റർ എന്ന് വെച്ചാൽ എന്താ? ഒരു പേഷ്യന്റ് അത്യാസന്ന നിലയിൽ കിടക്കുമ്പോ
ചിലപ്പോ രക്ഷപ്പെടാം അല്ലേ? പക്ഷെ 100-ല് ഒരു 10% മാത്രം വെന്റിലേറ്ററിൽ നിന്ന് രക്ഷപ്പെടുള്ളൂ അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ വേണ്ടപ്പെട്ടവരാരെങ്കിലൊക്കെ വെന്റിലേറ്ററിലാണെന്ന് പറഞ്ഞാൽ നമുക്കൊരു മനസ്സിന് വിഷമായിരിക്കും. കാരണം എന്താ, ലാസ്റ്റ് ഘട്ടത്തിലാണ് വെന്റിലേറ്ററിൽ പോണത് അല്ലേ? ഏറ്റവും ലാസ്റ്റ് ഘട്ടത്തില്. പക്ഷെ പ്രതീക്ഷയ്ക്ക് എത്ര വകയുണ്ട്? ഒരു 5% മാത്രമേ പ്രതീക്ഷിക്കാൻ വഴിയുള്ളൂ. കാരണം വെന്റിലേറ്ററിൽ പകുതി മരിച്ചു പേഷ്യന്റ്, എന്നിട്ടാണ് വെന്റിലേറ്ററിൽ ഇടുന്നത്. പിന്നെ ചില ഹോസ്പിറ്റലുകാരൊക്കെ എന്തായിരിക്കും, വെന്റിലേറ്ററിൽ മരിച്ചു കഴിഞ്ഞാലും വെന്റിലേറ്ററിന് ഭയങ്കര ക്യാഷ് വാടകയാണ്, റെന്റ് ഭയങ്കര ഒരു പതിനെങ്ങാണ്ടാണ്. അപ്പൊ 1 അവറിൽ നോക്കുമ്പോ എന്തോ ഭയങ്കര ക്യാഷ്. അങ്ങനെയൊക്കെ വരുമ്പോ ചില ഹോസ്പിറ്റലുകാരൊക്കെ എന്ത് ചെയ്യും, മരിച്ചു കഴിഞ്ഞാലും വെന്റിലേറ്ററിൽ തന്നെ ഇടും. എന്നിട്ട് നമ്മളോട് വന്ന് പറയും വെന്റിലേറ്ററിലാണ്, കുറച്ച് പുരോഗതി ഉണ്ട്, കുറച്ച് മരുന്ന് പിടിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മളോട് വന്ന് പറയും. അവർക്ക് ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ? അപ്പൊ നമ്മളത് വിശ്വസിക്കും. കുറെ കഴിയുമ്പോഴായിരിക്കും വെന്റിലേറ്ററിൽ നിന്ന് മയ്യത്ത് പോലെ മരിച്ച ഇത് വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വെന്റിലേറ്റർ, എല്ലാവർക്കും വെന്റിലേറ്റർ എന്താന്നുള്ളത് അറിയാല, അതിലെന്താ പ്രവർത്തനം എന്നറിയാം. വെന്റിലേറ്റർ കാണാത്തവരാരെങ്കിലും ഉണ്ടാ? വെന്റിലേറ്റർ കാണാത്തവര് ആരില്ല. കാണാത്തവരുണ്ടാ? പാർട്ടി കണ്ടിട്ടില്ല, അതിലൊന്നും കണ്ടിട്ടില്ലേ വെന്റിലേറ്റർ? ആ വെന്റിലേറ്റർ ഐസിയുലായിരിക്കും. മറ്റേ വലിയ ഐസിയുല് സീരിയസ് ആയവരൊക്കെ കിടക്കുന്നില്ലേ, അവിടെ ആയിരിക്കും വെന്റിലേറ്റർ. മറ്റേ ആംബുലൻസിലുണ്ട് കേട്ടോ വെന്റിലേറ്റർ. വെന്റിലേറ്റർ ആംബുലൻസ് ഉണ്ട്, കണ്ടിട്ടുണ്ട്. കുറെ പേര് കണ്ടിട്ടുണ്ട്, കുറെ പേര് കണ്ടിട്ടില്ല. എന്നാലും ആർക്കും ഇനി കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ലേ? ഇതിന്റെ ജോലി പൈസ ചെയ്ത് കാണുന്ന പോലെയല്ല, അല്ലാതെ ആർക്കും കാണാനുള്ള ഒരു ഇതുണ്ടാവല്ലേ? ഇതൊരു ആക്സിഡന്റ് ആയിപ്പോ. ഓക്കെ, ഓ താങ്ക്സ്. ഇപ്പൊ UAE വർക്ക് ചെയ്യുന്നു. ഓക്കെ ഓക്കെ. ഹസ്ബൻഡിന്റെ അമ്മ. എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് ഹസ്ബൻഡിന്റെ അമ്മക്ക്? മരിച്ചു. ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. വെന്റിലേറ്റർ എടുക്കാം എല്ലാവരും. ഇൻട്രഡക്ഷൻ നോക്കാം, എന്താ വെന്റിലേറ്റർ എന്നുള്ള ഇൻട്രഡക്ഷൻ. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീൻ ഷെയർ ചെയ്തത്?
ഓക്കെ, അതെ ടെക്നിക്കലി കുറച്ച് ഇത് മൊത്തം ഓഫ് ആയി പോയി, അതാണ് കേട്ടാ, സോറി. ഓക്കെ 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 ഓക്കെ. ഓക്കെ, വെന്റിലേറ്ററിന്റെ ഇൻട്രഡക്ഷൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താ പറഞ്ഞേക്കണേ? എ മെഡിക്കൽ വെന്റിലേറ്റർ ഈസ് എൻ എക്യുപ്മെന്റ് ദാറ്റ് അസിസ്റ്റ് ദ ലങ്സ് വർക്ക്. It can be a life-saving machine if the patient is a condition that makes it hard to breathe properly or when cannot breathe at all. A ventilator helps to pump air in and out of the lungs so the body can get the oxygen it requires. The patient may wear befitting mask to help get oxygen from the ventilator into the lungs. Or if the patient condition is more critical, a breathing tube may be pressed down to the throat to supply lungs with oxygen. എന്താ പറഞ്ഞേക്കണേ? വെന്റിലേറ്റർ എന്ന് പറയുന്നത് മെഡിക്കൽ വെന്റിലേറ്റർ ഈസ് എൻ എക്യുപ്മെന്റ്. അതൊരു എക്യുപ്മെന്റ് ആണ്. അണ്ടർലൈൻ ചെയ്തതാ. മെഡിക്കൽ വെന്റിലേറ്റർ ഈസ് എ എക്യുപ്മെന്റ്. അത് എന്തിനാണ് അസിസ്റ്റ് ചെയ്യണേ? ദാറ്റ് അസിസ്റ്റ് ദ ലങ്സ് വർക്ക്. ശ്വാസകോശത്തിന്റെ വർക്കിനെയാണ് അത് ഹെൽപ്പ് ചെയ്യണത്, അത് അസിസ്റ്റ് ചെയ്യണത്, സഹായിക്കുന്നത്. അപ്പൊ മെഡിക്കൽ വെന്റിലേറ്റർ എന്ന് പറഞ്ഞ ഒരു എക്യുപ്മെന്റ് ആണ്. അത് ലങ്സിന്റെ വർക്കിനെയാണ് സഹായിക്കുന്നത്. അണ്ടർലൈൻ ചെയ്തിടാം. ഇറ്റ് ക്യാൻ ബി ലൈഫ് സേവിംഗ് മെഷീൻ. ഇതിനെന്ത് ചെയ്യാൻ പറ്റും? ഇത് നമ്മുടെ ജീവൻ രക്ഷിക്കുന്ന ഒരു മെഷീനാണ്. ഇറ്റ് ക്യാൻ ബി എ ലൈഫ് സേവിംഗ് മെഷീൻ. ജീവൻ രക്ഷിക്കുന്ന മെഷീനാണ്. ഇഫ് ദ പേഷ്യന്റ് ഈസ് ഇൻ എ കണ്ടീഷൻ ദാറ്റ് മേക്സ് ഇറ്റ് ഹാർഡ് ടു ബ്രീത്ത് പ്രോപ്പർലി വെൻ കനോട്ട് ബ്രീത്ത് അറ്റ് ഓൾ. ഒരു പേഷ്യന്റിന് ഒരു ശരിയായിട്ട് നല്ല രീതിയിൽ ശ്വാസം വലിക്കാൻ പറ്റണില്ല, ശ്വാസം വലിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട്, അങ്ങനെ എന്തെങ്കിലും വരുമ്പോള് നമ്മൾ എന്തുപയോഗിക്കും? ഈ ഒരു വെന്റിലേറ്റർ ഉപയോഗിക്കും. അതാണ് പറഞ്ഞത്. ദ പേഷ്യന്റ് ഈസ് എ കണ്ടീഷൻ. പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ചാണ്. മേക്സ് ഇറ്റ് ഹാർഡ് ടു ബ്രീത്ത് പ്രോപ്പർലി. ശരിയായ രീതിയിൽ കറക്റ്റ് ലെവലില് പേഷ്യന്റിന് ശ്വാസം വലിക്കാൻ പറ്റണില്ല. വെൻ കനോട്ട് ബ്രീത്ത് അറ്റ് ഓൾ. ശ്വാസം കിട്ടുന്നില്ല, ഒന്നിലും ഒരു ശ്വാസം ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്തുപയോഗിക്കാം? വെന്റിലേറ്റർ ഉപയോഗിക്കാം. വെന്റിലേറ്റർ അപ്പൊ ഒരു ലൈഫ് സേവിംഗ് മെഷീനാണ്. നമ്മുടെ ലൈഫ് സംരക്ഷിക്കുന്ന ഒരു മെഷീനാണ് വെന്റിലേറ്റർ. എ വെന്റിലേറ്റർ ഹെൽപ്സ് ടു പമ്പ് എയർ. എങ്ങനെയാണ് വെന്റിലേറ്ററിലെ പ്രവർത്തനം നടക്കണേ? നമ്മളെ സഹായിക്കും. വെന്റിലേറ്റർ ഹെൽപ്പ് ചെയ്യും. എങ്ങനെ ഹെൽപ്പ് ചെയ്യണേ? ടു പമ്പ് എയർ. എയർ പമ്പ് ചെയ്യും. ഇൻ ആൻഡ് ഔട്ട്. ഉള്ളിലേക്കും പുറത്തേക്കും എയർ പമ്പ് ചെയ്യും. അങ്ങനെയാണ് വെന്റിലേറ്റർ നമ്മളെ സഹായിക്കുന്നത്. അപ്പൊ വെന്റിലേറ്റർ ഹെൽപ്സ് ടു എയർ in and out of the lungs so the body can get oxygen it requires. അപ്പൊ നമുക്ക് ഇങ്ങനെ ശരീരത്തിൽ നിന്ന് പുറത്തേക്കും അകത്തേക്കും എയർ പമ്പ് ചെയ്യുമ്പോ നമ്മൾക്ക് എന്ത് കിട്ടും? ഓക്സിജൻ കിട്ടും. നമുക്ക് എന്ത് കിട്ടും? ഈ എയറിൽ നിന്ന് കിട്ടുന്നത് എന്താ? ഓക്സിജൻ. ക്യാൻ ഗെറ്റ് ദ ഓക്സിജൻ ഇറ്റ് റിക്വയേഴ്സ്. നമുക്ക് ആവശ്യത്തിന്, നമ്മുടെ ശരീരത്തിന് എന്തോ ഒരു ആവശ്യമുണ്ട്, അതിനുള്ള റിക്വയേഴ്സ്, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഓക്സിജൻ കിട്ടുന്നത് ഈ വെന്റിലേറ്ററിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പൊ വെന്റിലേറ്ററിന്റെ ഹെൽപ്സ് എന്താ? അത് അണ്ടർലൈൻ ചെയ്യാം. വെന്റിലേറ്റർ എങ്ങനെ ചെയ്യണേ? വെന്റിലേറ്റർ ഹെൽപ്സ് ടു പമ്പ് എയർ. പമ്പ് ചെയ്യും ഉള്ളിലേക്കും പുറത്തേക്കും, ലങ്സിന്റെ, ശ്വാസകോശത്തിന്റെ. അങ്ങനെ നമ്മുടെ ബോഡി ഓക്സിജൻ സ്വീകരിച്ച് നമുക്കത് നമ്മളെ ജീവൻ ലൈഫ് സേവ് ചെയ്യുന്നു. The patient may wear a befitting mask to help get oxygen from the ventilator into the lungs. നമ്മുടെ ലങ്സ്, ശ്വാസകോശത്തിലേക്ക്, നമ്മുടെ ലങ്സിലേക്ക് ഓക്സിജൻ കിട്ടാനായിട്ട് നമ്മൾ എന്ത് വെക്കും? ഒരു മാസ്ക്. ഹോസ്പിറ്റലിൽ നിൽക്കുന്ന പേഷ്യന്റ് കാണാം, ഒരു മാസ്ക് വെച്ചേക്കണം. സ്ക്രീൻ കാണുന്നില്ല, ബാക്കി എല്ലാവർക്കും കാണുന്നില്ലേ? അഖിലേക്ക് മാത്രമാണോ സ്ക്രീൻ കാണുന്നുണ്ടോ? ബാക്കി എല്ലാവർക്കും കാണുന്നുണ്ട്. അപ്പൊ അഖിലയുടെ നെറ്റിന്റെ പ്രോബ്ലം ആണ്. അഖില നെറ്റ് സ്ലോ ആയിട്ടാണ്. ഒന്ന് ഇറങ്ങി കയറിയിട്ട് കഴിഞ്ഞാൽ ശരിയാവും. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ? പേഷ്യന്റിന് നമ്മൾ ഓക്സിജൻ നമ്മുടെ ലങ്സിലോട്ട് നേരിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പേഷ്യന്റിന് ഒരു ഫിറ്റിംഗ് മാസ്ക് ഇടാം. ബി ഫിറ്റിംഗ് മാസ്ക് ടു ഹെൽപ്പ്. ഒരു ഫിറ്റിംഗ് മാസ്ക് ഇടണം. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, പേഷ്യന്റ് ഒരു ബി ഫിറ്റിംഗ് മാസ്ക് ഇടുന്നത് എന്തിനു വേണ്ടിയിട്ടാ? വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു പേഷ്യന്റിന് മാസ്ക് ധരിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? അണ്ടർലൈൻ ചെയ്യാ. ടു ഹെൽപ്പ് ഗെറ്റ് ഓക്സിജൻ.
എന്താ? ഓക്സിജൻ കിട്ടാൻ. എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് ഓക്സിജൻ കിട്ടാൻ വേണ്ടി. The patient may wear B50 mask get oxygen from ventilator into lungs. അടുത്തത്, if the patient condition is more critical, a breathing tube may be pressed down to the throat to supply lungs with oxygen. ചില പേഷ്യന്റിന് എന്താ? പേഷ്യന്റിന്റെ കണ്ടീഷൻ മോർ ക്രിട്ടിക്കൽ, ഭയങ്കര സീരിയസ് ആയിരിക്കും അല്ലെ? അങ്ങനെയുള്ള പേഷ്യന്റിന് നമ്മൾ എന്ത് ചെയ്യും? ബ്രീത്തിങ് ട്യൂബ് ഇടും. ഒരു ട്യൂബ്, ബ്രീത്തിങ് ട്യൂബ് ഇടും. മേ ബി പ്രസ്ഡ് ഡൗൺ, എന്നിട്ട് അത് അമർത്തിപ്പിടിച്ച് ത്രോട്ട് എവിടെയാണ്? നമ്മുടെ തൊണ്ടയുടെ ഉള്ളില്, ത്രോട്ടിന്റെ ഉള്ളില് ഒരു ട്യൂബ് ഇറക്കും. എവിടക്ക് നേരിട്ട് പോകും? ടു സപ്ലൈ ലങ്സ് വിത്ത് ഓക്സിജൻ. ലങ്സിലേക്ക് ഇട്ടിട്ട് ലങ്സിലേക്ക് നേരിട്ട് ഓക്സിജൻ കിട്ടുന്ന രീതിയിൽ. ക്രിട്ടിക്കൽ പേഷ്യന്റിന്, എങ്ങനെയുള്ള പേഷ്യന്റിനാ? ക്രിട്ടിക്കൽ, മോർ ക്രിട്ടിക്കൽ പേഷ്യന്റിന്. ഓക്കെ, സാധാരണ പേഷ്യന്റിനാണെങ്കിൽ വെറുതെ B50 മാസ്ക് വെച്ചാൽ മതി. പക്ഷേ ക്രിട്ടിക്കൽ പേഷ്യന്റിന് അവർക്ക് സ്വന്തം ശ്വാസം വലിക്കാൻ പറ്റണില്ല. മാസ്ക് വെച്ചാലും ശ്വാസം മുന്നിലോട്ട് കറക്റ്റ് നമ്മള് വലിക്കണില്ലേ? ഇല്ല. എത്ര പേഴ്സെന്റ് ഉള്ളതിനായിരിക്കും വെന്റിലേറ്ററിൽ കിടക്കണേ? കുറച്ച് ജീവൻ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും വെന്റിലേറ്ററിൽ കിടക്കണേ. അങ്ങനെ ജീവനുള്ള പേഷ്യന്റിന് സ്വന്തമായിട്ട് ഓക്സിജൻ വലിക്കാൻ പറ്റണില്ല. ത്രോട്ടിൽ ഹോൾ ഇടും. ഓക്കെ, അപ്പൊ ത്രോട്ടിൽ ഹോൾ ഇട്ട് അവിടെ പ്രസ് ഡൗൺ, അവിടെ പ്രസ് ചെയ്ത് അങ്ങനെയാണ് ഈ ബ്രീത്തിങ് ട്യൂബ് ഇടുന്നത്. അപ്പൊ എമർജൻസി പേഷ്യന്റിന് സ്വന്തമായിട്ട് വലിക്കാൻ പറ്റില്ല. B50 മാസ്ക് വെച്ചിട്ടും ശ്വാസം കിട്ടാത്ത പേഷ്യന്റിന് ബ്രീത്തിങ് ട്യൂബ് ഇടും. ട്യൂബ് നിങ്ങൾ കണ്ടിട്ടില്ലേ? ട്യൂബ് ഇറക്കി അവിടെ പ്രസ് ഡൗൺ, നേരിട്ട് ലങ്സിലേക്ക്. നമ്മുടെ ലങ്സ് എവിടെ? ഇവിടെ അല്ലേ? അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് നേരിട്ട് ഇവിടെ ഇറക്കി കഴിഞ്ഞാൽ ലങ്സിലേക്ക് പോയിക്കോളും അല്ലേ? അപ്പൊ അങ്ങനെ ട്യൂബ് നേരിട്ട് ലങ്സിലോട്ട് ഇറക്കിയിട്ട് ഓക്സിജൻ കൊടുക്കും. ഓക്കെ, അതാണ് വെന്റിലേറ്റർ. അപ്പൊ എന്താണ് വെന്റിലേറ്റർ? അതൊരു എക്യുപ്മെന്റ് ആണ്. ICUയിൽ കിടക്കുന്ന പേഷ്യന്റ്, സീരിയസ് ആയ പേഷ്യന്റിന് ഓക്സിജൻ ലെവൽ കൂട്ടാൻ വേണ്ടി, ഓക്സിജൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെന്റിലേറ്റർ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതെന്താ? വെന്റിലേറ്റർ എങ്ങനെ എയർ പമ്പ് ചെയ്യണേ? എയർ പമ്പ് ഇൻ ആൻഡ് ഔട്ട്. എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യണേ? പമ്പ്, എയർ പമ്പ് ചെയ്തിട്ട് ഉള്ളിലേക്കും പുറത്തേക്കും എടുക്കുന്നു. പിന്നെന്താ പറഞ്ഞേ? പേഷ്യന്റ് B50 മാസ്ക് ധരിക്കണം. മാസ്ക് വഴിയാണ് നമുക്ക് ഓക്സിജൻ പോണത്. പക്ഷെ ഇമ്പോർട്ടന്റ് ആയ മോർ ക്രിട്ടിക്കൽ പേഷ്യന്റ് ആണെങ്കിൽ എന്ത് വേണം? ബ്രീത്തിങ് ട്യൂബ് ഇട്ട് അത് പ്രസ്. എങ്ങനെയാണ് ട്യൂബ് ഇടുന്നേ? പ്രസ്ഡ് ഡൗൺ, അത് അമർത്തിപ്പിടിച്ച് ത്രോട്ടിൽ, എവിടെയാണ്? ത്രോട്ടിൽ അമർത്തിപ്പിടിച്ച് ടു സപ്ലൈ ലങ്സ് വിത്ത് ഓക്സിജൻ. അങ്ങനെയാണ് നമുക്ക് ഇത് കിട്ടുന്നത്, ഓക്സിജൻ കിട്ടുന്നത്. അതാണ് വെന്റിലേറ്ററിന്റെ ഒരു ഇൻട്രഡക്ഷൻ പറഞ്ഞത്. താഴെ എന്താ? A ventilator is also known as other names. There are breathing machine, mechanical ventilation. എന്താ പറയാ? നമ്മൾ പറഞ്ഞു വെന്റിലേറ്ററിന് വേറെ പേരുകളുണ്ട്. അതർ നെയിംസ്, വെന്റിലേറ്ററിന്റെ അതർ നെയിംസ് എന്താ? എന്തൊക്കെ? ബ്രീത്തിങ് മെഷീൻ അല്ലേ? വെന്റിലേറ്റർ മെയിൻ ആയിട്ട് എയർ പമ്പ് ചെയ്യണല്ലേ? നമ്മൾ പറഞ്ഞു വെന്റിലേറ്ററിൽ മെയിൻ കാര്യം എന്താ? എയർ പമ്പ് ചെയ്യുക. എയർ പമ്പ് ചെയ്യുമ്പോ നമുക്ക് ബ്രീത്തിങ്, നമ്മുടെ ശ്വാസം എടുക്കുകയാണ്. അപ്പൊ അതൊരു ബ്രീത്തിങ് മെഷീൻ ആണ്, ബ്രീത്തിങ് മെഷീൻ. അതുപോലെ തന്നെ മെക്കാനിക്കൽ വെന്റിലേഷൻ അല്ലേ? മെക്കാനിക്കൽ വെന്റിലേഷൻ അല്ലേ അത്? അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്യാൻ പഠിക്കാം. വെന്റിലേറ്ററിന്റെ അതർ നെയിം രണ്ടും പഠിക്കാം. ഓക്കെ, അതാണ് വെന്റിലേറ്റർ. ഇനി നമ്മൾ പറഞ്ഞു വെന്റിലേറ്റർ എന്താണെന്ന് നമുക്ക് മനസ്സിലായി അല്ലെ? വെന്റിലേറ്ററിന്റെ രണ്ട് പേരും നമ്മൾ പഠിച്ചു. ഇനി എന്താണ് നമ്മൾ പഠിക്കാൻ പോണത്? സം ഓഫ് ദ ഹെൽത്ത് കണ്ടീഷൻ ദാറ്റ് മേ റിക്വയർ വെന്റിലേറ്റർ. ഏതെല്ലാം പേഷ്യന്റിന് ഈ വെന്റിലേറ്റർ ഉപയോഗിക്കാം? എല്ലാ പേഷ്യന്റിനും വെന്റിലേറ്റർ ഉപയോഗിക്കാൻ പറ്റുമോ? നമുക്ക് നോക്കാം. ആർക്കൊക്കെയാണ് ഈ വെന്റിലേറ്റർ ഉപയോഗിക്കാൻ പറ്റണത്? ആർക്കൊക്കെ പറ്റും? അതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹെൽത്ത് കണ്ടീഷൻസ് ക്യാൻ ലീഡ് ഡിഫിക്കൽറ്റി ഇൻ ബ്രീത്തിങ്. ബ്രീത്ത് എടുക്കാൻ, നമുക്ക് ശ്വാസിക്കാൻ, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുള്ള എല്ലാവർക്കും എന്തെടുക്കാം? വെന്റിലേറ്റർ ഉപയോഗിക്കാം. അല്ലാണ്ട് ഒന്ന് കൈയൊടിഞ്ഞ്, കാലൊടിഞ്ഞ്, തലവേദനയാണ് എന്ന് പറഞ്ഞ് നമുക്ക് വെന്റിലേറ്റർ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. ഏത് പേഷ്യന്റിനും വെന്റിലേറ്റർ ഉപയോഗിക്കാൻ പറ്റില്ല. ഭയങ്കര ഡിഫിക്കൽറ്റി ഇൻ ബ്രീത്തിങ്, ബ്രീത്ത് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിന് നമുക്ക് വെന്റിലേറ്റർ ഉപയോഗിക്കാം. നമുക്ക് നോക്കാം ആ പേഷ്യൻസ് ആരൊക്കെയാണ്. ഫസ്റ്റ് പറയുന്നത് അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രം, ARDS. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഫുൾ ഫോം ചോദിക്കൂ, ഫുൾ ഫോം ചോദിക്കൂ.
അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. എന്താ പറഞ്ഞേ? അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രം, ARDS. അങ്ങനെയുള്ള പേഷ്യന്റിന് പെട്ടെന്ന് അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രം എന്ന് വെച്ചാൽ എന്താ? പെട്ടെന്ന് ശ്വാസം കിട്ടുള്ള ആ സമയത്ത് മൂക്കടഞ്ഞു പോവാ, പെട്ടെന്ന് ആ പേഷ്യന്റ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ നമ്മളൊരു 10 മിനിറ്റ് നമ്മുടെ മൂക്കും വായും കുത്തി നോക്കി നമ്മൾ എന്തായിരിക്കും കാണിക്കണല്ലേ? നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ശ്വാസം വിടാൻ. അപ്പൊ ഒട്ടും ശ്വാസം കിട്ടാണ്ട് അവരെ ലങ്സിലോട്ട് ഓക്സിജൻ ലെവല് പോവാതെ പെട്ടെന്ന് ശ്വാസ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. കണ്ണൊക്കെ തുറച്ച് വായൊക്കെ ഇങ്ങനെ വായക്കൂടിയൊക്കെ ഇട്ടോ ശ്വാസം വിടും. മൂക്ക് കുറച്ചു നേരം അടച്ചു പിടിച്ചാൽ നമുക്ക് ഒരു പരമാവധി നമുക്ക് വായക്കൂടി വിടാൻ പറ്റും. പക്ഷെ അവിടെയും വന്ന് ബ്ലോക്ക് വന്ന് അടിഞ്ഞു പോയാലുള്ള കണ്ടീഷൻ വെള്ളത്തിൽ വീണാൽ എങ്ങനെയാണ്? അപ്പൊ അതുപോലെ ഇരിക്കും അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രം, ARDS ഫുൾ ഫോം പഠിക്കാം. രണ്ടാമത്തെ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമിനറി ഡിസീസ് വിത്ത് ലോ ഓക്സിജൻ സാച്ചുറേഷൻ എന്ന് വെച്ചാൽ ഓക്സിജൻ ലെവൽ കുറയുമ്പോൾ ഉണ്ടാവുന്ന രോഗമാണ് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമിനറി ഡിസീസ്. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. എന്താ? ഓക്സിജൻ ലെവല് കുറയുമ്പോ വരുന്ന രോഗമാണ് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമിനറി ഡിസീസ്, COPD. ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്തിടാ. അപ്പൊ അങ്ങനെയുള്ള ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് എന്ന് വെച്ചാൽ എന്താ? പെട്ടെന്ന് ക്രോണിക് ആയിട്ട് പൾമിനറി നമ്മുടെ ലങ്സിന് എന്തെങ്കിലും അസുഖം വരാം. പൾമിനറി എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ലങ്സ് ആയിട്ട് ബന്ധപ്പെട്ടത് അല്ലെ? അപ്പൊ ഈ ലങ്സിന് വന്ന അസുഖത്താണ് പൾമിനറി ഡിസീസ് എന്ന് പറയുന്നത്. ലങ്സിന് വന്ന അസുഖമാണ് പൾമിനറി ഡിസീസ്. അവിടെ എന്തെങ്കിലും അസുഖം വരുമ്പോ ഓക്സിജൻ ലെവല് കുറയും. അങ്ങനെ ഓക്സിജൻ ലെവല് കുറയുമ്പോ ഒബ്സ്ട്രക്റ്റീവ് ആയിട്ട് ക്രോണിക് പെട്ടെന്ന് ഉണ്ടാവും. ആ ഒരു ഡിസീസ് ആണ് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ്. അപ്പൊ ഓക്സിജൻ ലെവല് കുറവായിരിക്കും. അങ്ങനെ ഒരു അസുഖം വരുമ്പോ ഓക്സിജൻ ലെവല് ലോ ആയിരിക്കും. ഓക്സിജൻ ലെവല് ലോ ആയിരിക്കും. അപ്പൊ ആ 2 പോയിന്റ് പഠിക്കുക, ഫുൾ ഫോമും പഠിക്കുക. പിന്നെ ആസ്മ. നമുക്കറിയാം ആസ്മ പേഷ്യന്റ് അവർക്ക് എങ്ങനെ ഒരു ചെറിയ പൊടി വന്നാലും ഒരു ചെറിയ കാറ്റ് വീശിയാലും ഭയങ്കര ശ്വാസം മുട്ടായിരിക്കും അല്ലെ? ഇപ്പൊ ആസ്മക്കാരൊക്കെ ഇതിലുണ്ടെങ്കിലും അവരുടെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആസ്മ എങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഈ ആസ്മ എന്ന് ഉണ്ട്. മുഹമ്മദ് റാഫി റിലേഷൻ അങ്ങനെ ആർക്കെങ്കിലും കണ്ടിട്ടുണ്ട് ആസ്മ? എന്റെ മോനുണ്ട് സഫീല. ഓക്കെ, ഗ്രാൻഡ്പ. ഓക്കെ, ഈ ആസ്മ വന്നത് കൂടുതലും ഏത് കാലത്താണെന്ന് അറിയോ? ഏത് സമയത്താണ് വന്നത്? ഇപ്പൊ ഈ ഡിസംബർ മാസം. ശരിക്കും പറഞ്ഞാൽ ഈ ഡിസംബറിൽ ഭയങ്കര മഞ്ഞല്ലേ? പക്ഷെ നമുക്കിപ്പോ അത്രയും മഞ്ഞുണ്ടാ ഇല്ല. തണുപ്പ് കൂടുമ്പോഴാണ് ആസ്മക്കാർക്ക് ബുദ്ധിമുട്ട് വരുന്നത്. തണുപ്പ്. ഓക്കെ. ഇപ്പൊ നമ്മളെന്ന് പറയാനായിട്ട് ഇപ്പൊ മഴ പെയ്യുണ്ട്. ഡിസംബറിൽ ഉണ്ടാ മഴ? ഡിസംബറിൽ ആകെ ഉള്ളത് ഒരു മഞ്ഞാണ്, നല്ല മഞ്ഞാണ്. ഇപ്പൊ മഞ്ഞെന്ന് പറയാനില്ല. ഒരു മഴ വെറുതെ വന്നത് പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും. മഞ്ഞ് വല്ലപ്പോഴും വല്ല കോട മഞ്ഞൊക്കെ കാണും ഇടക്ക്. പക്ഷെ ഇപ്പൊ എത്ര നാളായില്ലേ? ഇപ്പൊ എന്തൊരു ചൂടാ, ഭയങ്കര ചൂടല്ലേ? പക്ഷെ ഇങ്ങനെ കാലാവസ്ഥ മാറുമ്പോഴും അതിന്റെ ബുദ്ധിമുട്ടുകൾ വരും. ആസ്മ എന്ന് പറയുന്നത് തണുപ്പ് കൂടിയിട്ട്, തണുപ്പ് രാവിലെ ഉണ്ട്. ഓക്കെ, സുഹൈലയുടെ നാട് എവിടെയാണ്? വയനാട്. ഓക്കെ, വയനാട് ഉണ്ടാവും. കാരണം വയനാട് ഒരുപാട് പച്ചകലകളിലും പച്ചക്കാടും. ഞങ്ങളുടെ ഇവിടെ അങ്ങനെ ഇല്ലല്ല. ഇവിടെയും തണുപ്പുണ്ട്. മുഹമ്മദ് റാഫി എവിടെയാണ്? അശ്വതി, ഇടുക്കി. ഓക്കെ, അട്ടപ്പാടി. മുഹമ്മദ് റാഫി അട്ടപ്പാടിയും വയനാടൊക്കെ. അട്ടപ്പാടി പാലക്കാട്. ഓക്കെ. അപ്പൊ നമ്മള് ആത്മ എന്ന് പറയണതും ഈ ശ്വാസം മുട്ട് വരുന്നതാണ്. അപ്പൊ നമ്മൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് വെന്റിലേറ്റർ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞത്? മാമിന്റെ അവിടെ തണുപ്പുണ്ട്. ഇവിടെ ഭയങ്കര ചൂടാണ്. എറണാകുളത്ത് നോർത്ത് പറവൂര്. ഇവിടെ തണുപ്പൊന്നുമില്ല. ഇവിടെ ഭയങ്കര ചൂടാണ്. രാവിലെയും ചൂട്, ഉച്ചയ്ക്കും ചൂട്. ഇപ്പം പുറത്ത് നല്ല മഴയുണ്ട്, എന്നിട്ട് ഇവിടെ ചൂടാണ്. ഓക്കെ, അപ്പൊ ആസ്മ പേഷ്യന്റിന് ഉപയോഗിക്കാം. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് ഇപ്പൊ എന്തെങ്കിലും പെട്ടെന്നൊരു ശ്വാസം മുട്ട് വന്നാൽ ഉപയോഗിക്കാം. അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസിന് ഉപയോഗിക്കാം. പൾമിനറി ഡിസീസിന് ഉപയോഗിക്കാം. ആസ്മയ്ക്ക് ഉപയോഗിക്കാം. നെക്സ്റ്റ് ബ്രെയിൻ ഇഞ്ചുറി അല്ലെ? ബ്രെയിൻ ഇഞ്ചുറി, തലക്ക് ഒരു വണ്ടിയൊക്കെ ഇടിച്ചു, തലക്കാണ് പഠിക്കുന്ന പറഞ്ഞാൽ നേരെ കൊണ്ടുവന്ന് എന്ത് ചെയ്യും? ICU കിടത്തുള്ളൂ അല്ലെ? അങ്ങനെയുള്ള പേഷ്യന്റിനെ വെറുതെ കൊണ്ടുവന്ന് കാഷ്വാലിറ്റിയിൽ ആ റൂമിൽ അങ്ങനെ കിടത്തോ? ഇല്ല. അപ്പൊ എന്തായിരിക്കും? ICU കിടത്തും.
ഈ ഐസിയുല് കിടത്തുമ്പോ ആ പേഷ്യന്റിന് ബ്രെയിനിനൊക്കെ വന്നത് കൊണ്ട് എപ്പോഴും വൊമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും, വൊമിറ്റിംഗ് ടെൻഡൻസി ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള പേഷ്യന്റിന് വെന്റിലേറ്റർ ഉപയോഗിക്കാം. അങ്ങനെയുള്ള പേഷ്യന്റിന് വെന്റിലേറ്റർ. ബ്രെയിൻ ഇഞ്ചുറി, തലക്ക് മുറിവാണെങ്കിൽ, കാർഡിയാക് അറസ്റ്റ്, അറ്റാക്ക് വന്ന പേഷ്യന്റിന് വെന്റിലേറ്റർ കൊടുക്കൂലേ? അറ്റാക്ക് വന്ന പേഷ്യന്റിന് വെന്റിലേറ്റർ ഉപയോഗിക്കാം. ന്യൂമോണിയ റിലേറ്റഡ് വിത്ത് വൈറൽ ഓർ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്. എന്താ ന്യൂമോണിയ ആയിട്ട് ബന്ധപ്പെട്ടത്? പനിയൊക്കെ കൂടി 2 ദിവസം പനി വന്ന് ഡോക്ടറെ കാണിച്ചില്ല, 3ന്റെ അന്ന് പനി വന്നു, വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ മരുന്നൊക്കെ കഴിച്ചു, പാരസിറ്റമോൾ ഒക്കെ കഴിച്ചു, പനി അങ്ങോട്ട് താഴ്ന്നു പോയി. പക്ഷേ പനി താഴ്ന്നിട്ടുള്ളൂ, ഈ പനി എന്തായിട്ട് മാറി? ഇൻഫെക്ഷൻ ആയിട്ട് മാറി അല്ലെ? പുറമേന്ന് നോക്കുമ്പോ പനിയില്ല, പക്ഷെ ആള് ഭയങ്കര ക്ഷീണവും വീക്കും, ഭയങ്കര തളർച്ചയും ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ന്യൂമോണിയ ബാധിച്ചു. ന്യൂമോണിയ ബാധിക്കുന്നത് എവിടെയാണ്? നമ്മുടെ ലങ്സിനെ അല്ലെ? ന്യൂമോണിയ ബാധിക്കുന്നത് നമ്മുടെ ലങ്സിന് ന്യൂമോണിയ ബാധിച്ചു. വൈറൽ ഓർ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വന്നു ലങ്സിന്. ഓക്കെ, അപ്പൊ നമ്മുടെ വൈറൽ ഓർ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വന്നു, നമുക്ക് ന്യൂമോണിയ ബാധിച്ചു. നമുക്ക് ന്യൂമോണിയ ബാധിച്ച് ലങ്സിന് എന്തെങ്കിലും വന്നാൽ നമുക്ക് പിന്നെ ശ്വാസം വിടാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയുള്ള പേഷ്യൻസിന് നമുക്ക് എന്ത് ഉപയോഗിക്കാം? വെന്റിലേറ്റർ ഉപയോഗിക്കാം. പിന്നെ കൊളാപ്സ് ലങ് എന്ന് വെച്ചാൽ എന്താ? തകർന്ന ശ്വാസകോശം, തകർന്ന് കൊളാപ്സ് എന്ന് വെച്ചാൽ ഇടിച്ച് പെട്ടെന്ന് വന്ന് കാറൊക്കെ ഓടിക്കുന്ന ആളാണെങ്കിൽ എന്താ? പെട്ടെന്ന് ബ്രേക്ക് ഇടും അല്ലെ? പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ വന്ന് വണ്ടി ചാടിയാൽ നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് ഇടുമ്പോ നമ്മള് മുന്നുത്തും, നേരെ മുന്നുത്തും. മറ്റേ സീറ്റ് ബെൽറ്റ്, മറ്റേ ഈ ബെൽറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെഞ്ച് വന്നിട്ട് എന്തും പിടിക്കും. ബെൽറ്റ് ഇട്ടാൽ അധികം ഇല്ല, ചിലപ്പോ ബെൽറ്റ് ഇടാണ്ടൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ സ്റ്റീറിംഗുമ്പോ വന്ന് നെഞ്ച് വന്ന് ഒരൊറ്റടിയായിരിക്കും അല്ലെ? സ്റ്റീറിംഗും നെഞ്ചും നമ്മുടെ ഈക്വലല്ലേ? അപ്പൊ നമ്മുടെ ഇവിടെ വന്നിടിക്കുമ്പോ പെട്ടെന്ന് നമ്മുടെ നെഞ്ചിന്റെ ആ ലെൻസിന് ഒരു പൊട്ടല, ഒരു ഇതോ വന്നു, ലെൻസിന് ഒരു തകർച്ച വന്നു, ലെൻസിന് ഓർക്കപ്പുറത്ത് വന്നു, ഒരു ഇടി വന്നു അല്ലെ? അപ്പൊ കൊളാപ്സ്. അപ്പൊ അങ്ങനെ ലെൻസിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? അതൊക്കെ ഇന്റേണൽ ആണ്. നമ്മൾക്ക് ഭയങ്കര പെയിൻ, നമ്മൾ ഇടിച്ച ഷോക്കിലാണെന്ന് വിചാരിച്ച് ഹോസ്പിറ്റലിൽ പോയി അവർ എക്സ്റേ എടുത്ത് നോക്കുമ്പോ ലെൻസിന് ഒരു മുറിവ് വന്നു, ലെൻസിന് കൊളാപ്സ് ഇടിച്ചിട്ട് ചിലപ്പോ ചതവുണ്ടാവും. അങ്ങനെയൊക്കെ വന്നാലും ശ്വാസം വിടാനായിട്ട് ബ്രീത്തിങ്ങിന് ഒരു ബുദ്ധിമുട്ട് വരും. അപ്പൊ നമുക്ക് വെന്റിലേറ്റർ ഉപയോഗിക്കാം. സ്ട്രോക്ക് വന്ന പേഷ്യന്റ് എന്താ? കോമ സ്റ്റേജിലായിരിക്കും, അവരൊന്നും അറിയില്ല അല്ലെ? സ്ട്രോക്ക് വന്ന പേഷ്യന്റിന്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യന്റിന് നമുക്ക് സ്ട്രോക്ക് വന്ന പേഷ്യന്റിന് എന്ത് ഉപയോഗിക്കാം? വെന്റിലേറ്റർ ഉപയോഗിക്കാം. കോമ ഓർ ലോസ് ഓഫ് കോൺഷ്യസ് എന്ന് വെച്ചാൽ, കോമ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സ്ട്രോക്ക് വന്ന പേഷ്യന്റ് ഫുൾ പാരലൈസ് ആയിരിക്കും, ഫുള്ള്. അവർക്കൊക്കെ അറിയാം, പക്ഷെ അവർക്ക് അനങ്ങാൻ പറ്റണില്ല, ഒരു ഭാഗം പാരലൈസ് ആയിപ്പോയി. അതാണ് സ്ട്രോക്ക്. പക്ഷെ 2 തരത്തില് കോമ സ്റ്റേജിലുള്ള പേഷ്യന്റ് ഉണ്ട്. അതെന്താ? അവർക്കെല്ലാം അറിയാം, കാണുന്നുണ്ട് അവര്, പക്ഷെ അവർക്ക് കേൾക്കുന്നില്ല. ഷംസുദ്ദീന് മാത്രമാണോ കേൾക്കാത്ത? എല്ലാവർക്കും ആണോ? ഷംസുദ്ദീനിന് മാത്രമാണോ എല്ലാവർക്കും ഉണ്ടാ കേൾക്കാത്തത്? കേൾക്കുന്നുണ്ട്. അപ്പൊ ഷംസുദ്ദീന്റെ നെറ്റിന്റെ പ്രോബ്ലം ആണ്. ഉച്ചായില്ലേ? അപ്പൊ ഒരുപാട് നെറ്റൊക്കെ ഉപയോഗിച്ച് നെറ്റൊക്കെ തീർന്നിട്ടുണ്ടാവും. അപ്പൊ പോയി നെറ്റ് ഒന്നല്ലെങ്കിൽ ഇറങ്ങി കയറാ, അല്ലെങ്കിൽ നെറ്റ് ചാർജ് ചെയ്യാം. കുറച്ച് കഴിയുമ്പോ ശരിയായിക്കോളും. ഓക്കെ, കേൾക്കുന്നുണ്ട്. അപ്പൊ ഷംസുദ്ദീന് മാത്രമാണ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ? ലങ്സ് ഇൻഫെക്ഷൻ. പിന്നെ നമ്മള് കോമ സ്റ്റേജിന്റെ പറഞ്ഞു. പേഷ്യന്റിന് കോമ വന്നു കഴിഞ്ഞാൽ, കോമ എങ്ങനെ? ഒരു ഭാഗം തളർന്ന് അല്ലെങ്കിൽ ഫുൾ തളർന്ന്, നമുക്ക് കേൾക്കാൻ കണ്ണുങ്ങൾക്ക് കാണാം, പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ചലനശേഷി നഷ്ടപ്പെട്ടു. പിന്നെ ലോസ് ഓഫ് കോൺഷ്യസ് എന്ന് വെച്ചാൽ അവര് പകുതി ബുദ്ധിയിൽ, പകുതി ബോധമുണ്ട്, അബോധാവസ്ഥയിൽ. അങ്ങനെയുള്ള പേഷ്യന്റിന് ഉപയോഗിക്കാം. ഡ്രഗ് ഓവർഡോസ്, ഒരുപാട് മരുന്ന് കഴിച്ചതോ മരുന്ന് ഇഞ്ചക്ഷൻ ചെയ്തത് അങ്ങാണ്ട് ഓവർഡോസ് ആയിപ്പോകും. ഓവർഡോസ് ആയാൽ എന്താ? ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? അവർ ഓർമ്മയില്ലാത്ത പോലെ ഇടിച്ചുമ്പോഴൊക്കെ. അങ്ങനെയുള്ള പേഷ്യന്റിന് നമ്മള് വെന്റിലേറ്റർ ഉപയോഗിക്കാം. ഹൈപ്പർ കാപ്നിക് റെസ്പിറേറ്ററി ഫെയിലിയർ. എന്താ പറഞ്ഞേ? ശ്വസനത്തിന് ഹൈപ്പർ കാപ്നിക് എന്ന് വെച്ചാൽ ഭയങ്കര ശ്വാസം മുട്ട്. ഓക്കെ, ഷംസുദ്ദീന് ശരിയായ ഷംസു? ശരിയായ? ഓക്കെ. ഷംസുദ്ദീൻ പേര് കേട്ടപ്പോ ഒരു സുഖം. എന്റെ വാപ്പച്ചിയുടെ പേര് ഷംസുദ്ദീൻ എന്നാണ്. അപ്പൊ ഷംസുദ്ദീന്റെ പേര് കേട്ടപ്പോ ഹസീന. ഓക്കെ, ഹസീന എന്നാണ് പേര്. ഓക്കെ, ഷംസുദ്ദീന്റെ പേര് കേട്ടപ്പോ സുഖം പറഞ്ഞ ഹസീന എന്നാണ് പേര്. ഓക്കെ, ഹസീന എന്റെ വാപ്പച്ചിയുടെ പേരാണ് ഷംസുദ്ദീൻ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ? ഹൈപ്പർ കാപ്നിക്
ഹസ്ബൻഡ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഹൈപ്പർ ക്യാപ്നിക് റെസ്പിറേറ്ററി ഫെയിലിയർ, നമ്മുടെ ഭയങ്കര ഹൈപ്പർ ക്യാപ്നിക് എന്ന് പറയുന്നത് നമ്മുടെ റെസ്പിറേറ്ററിയിലെ ശ്വാസം എന്ന് പറയില്ലേ, പൾമണറി, അവിടുത്തെ ശ്വാസത്തിന് പരാജയം വരാം. അപ്പൊ ഹൈപ്പർ ക്യാപ്നിക് എന്ന് വെച്ചാൽ അവിടുത്തെ ആ ഒരു ഇതിന് ലങ്സിന് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിന്റെ ശ്വസനത്തിന് എന്തെങ്കിലും ഫെയിലിയർ, തകർച്ച വന്നാലും, പിന്നെ ലങ്സിൽ ഇൻഫെക്ഷൻ, എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നാൽ, കൊറോണ വന്നു കഴിഞ്ഞപ്പോ എല്ലാവർക്കും ആദ്യം ബാധിച്ചത് എന്താ, ലങ്സിനാണ് ബാധിച്ചത്. അതിന്റെ വൈറസ് ആദ്യം ചെന്ന് എല്ലാവർക്കും പോയത് ലങ്സിലോട്ടാ, കൊറോണയുടെ വൈറസ്. അതുകൊണ്ട് തന്നെ അവർക്ക് പനി വന്നാലും ഓക്സിജൻ ലെവല് പെട്ടെന്ന് കുറയുമായിരുന്നു. കാരണം എന്താ, അവരുടെ ലങ്സിൽ ഇൻഫെക്ഷൻ കയറി. ഈ വൈറസ്, മറ്റേ കൊറോണയുടെ വൈറസ് ലങ്സിൽ കയറിയത് കൊണ്ട് അവർക്ക് ഓക്സിജൻ ലെവല് താഴ്ന്നു തന്നെ. ഓക്സിജൻ ലെവൽ എന്തോരം ആൾക്കാരെ മരിച്ചത് കൊറോണ സമയത്ത് അല്ലേ. അപ്പൊ അതൊക്കെ ലങ്സിൽ ഇൻഫെക്ഷൻ വന്നതുകൊണ്ടാണ്. അങ്ങനെയുള്ള പേഷ്യന്റിന് വന്നാലും നമ്മൾ ക്ലിയർ ആവാൻ വേണ്ടി എവിടെ കിടത്തും, വെന്റിലേറ്ററിൽ കിടത്തും. പിന്നെന്താ പറഞ്ഞേ, നെക്സ്റ്റ് എന്താ, മൈസ്തീനിയ. മൈസ്തീനിയ ഗ്രാവിസ്. മൈസ്തീനിയ ഗ്രാവിസ് എന്ന് പറഞ്ഞാൽ എന്താ, മൈസ്തീനിയ അതും ഈ ശ്വസനമായിട്ട് ബന്ധപ്പെട്ടതാണ്. മൈസ്തീനിയ ഗ്രാവിസ് എന്ന് വെച്ചാ എന്താ, മൈസ്തീനിയ ഗ്രാവിസ് എന്ന് വെച്ചാ ലങ്സിന് തന്നെ വരുന്ന ഒരു ഡിസീസ്. ഇപ്പൊ എല്ലാവരും ലങ്സിന് തന്നെ വരുന്നതാ. എന്തുകൊണ്ടാ ലങ്സിന് വരുന്നത്, നമ്മള് ഇതായിട്ടാ വരുന്നത്, വെന്റിലേറ്ററിന്റെ ആവശ്യമുണ്ട്. വെന്റിലേറ്ററിൽ മെയിൻ ആയിട്ട് എന്തിനാ കൊടുക്കണത്, മൈസ്തീനിയ ഗ്രാവിസ് എന്ന് പറയണത് എന്താ, നമ്മുടെ ഞരമ്പുകളിലെ ശരീരത്തിലെ പേശികളുമായിട്ട്, ശരീരത്തിന്റെ പേശികളുമായിട്ട് നമ്മുടെ ഞരമ്പുകള്, വെയിൻസുകള് ആശയവിനിമയം നടത്തും. എന്ന് വെച്ചാൽ അവര് തമ്മില് ഞരമ്പുകളിൽ ഇന്ന ബ്ലഡ് കൊണ്ടുപോകണത് ഇന്ന വെയിൻ, അങ്ങനെ ഓരോന്നിനും നമ്മുടെ ഉള്ളില് അതിന്റെ ഉള്ളിൽ ഓരോ ധർമ്മങ്ങളുണ്ട്. ഓരോത്തിനും ബ്ലഡ് പോണ ധമനികളിൽ കൂടി നമ്മൾ പറയും സിരകള്, ആർട്ടറി എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ ബ്ലഡുകൾ പോകണ പേശിയുമായിട്ട് ഇവര് തമ്മിൽ പരസ്പരം ആശയവിനിമയം നടത്തും. അപ്പൊ അത് പേശിയുടെ ബലഹീനതയ്ക്ക് എന്തെങ്കിലും ആശയവിനിമയം, ആ സമയത്ത് പേശി കനം കുറഞ്ഞത്, അതാണ് മൈസ്തീനിയ ഗ്രാവിസ് എന്ന് പറഞ്ഞത്. പേശിയുടെ ബലക്കുറവ്, പേശിക്ക് ബലക്കുറവ് വരും. അപ്പൊ ആ ബലക്കുറവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മൈസ്തീനിയ ഗ്രാവിസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ പേശിയുടെ ബലക്കുറവ് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ ശ്വാസം കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് വരും. ആ ബലക്കുറവ് വരുമ്പോൾ ശ്വാസത്തിനുള്ള ബുദ്ധിമുട്ട് വരും. അങ്ങനെയൊക്കെ അസുഖം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പേഷ്യന്റിനെ വെന്റിലേറ്ററിൽ ഇടും. തുടക്കത്തിലൊന്നും അങ്ങനെ കാണിക്കില്ലായിരിക്കും. മൈസ്തീനിയ ഗ്രാവിസ് ആണെന്ന് ഡോക്ടർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ വേഗം ആ പേഷ്യന്റിനെ എന്ത് ചെയ്യും, വെന്റിലേറ്ററിൽ കയറ്റും. ഓക്കെ. പിന്നെന്താ, സെപ്സിസ് ഇൻഫെക്ഷൻ ഇൻ യുവർ ബ്ലഡ് എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ ബ്ലഡിൽ അണുബാധ ഉണ്ടാവാം. അമ്മയ്ക്ക് സെപ്സിസ് ആയിരുന്നു, സെപ്സിസ് അമ്മയ്ക്ക്, എന്നിട്ട് അമ്മ ഇപ്പൊ എങ്ങനെയുണ്ട്, ഇപ്പൊ എങ്ങനെയുണ്ട്, മരിച്ചു, സോറി. സെപ്സിസ് വരുന്നത് എന്താണെന്നറിയോ, സെപ്സിസ് ശരീരത്തില് അണുബാധ അറിയുമ്പോഴാണ്, ഇൻഫെക്ഷൻ വരുമ്പോഴാണ് ഈ സെപ്സിസ് വരുന്നത്. അതാണ് സെപ്സിസ് ആൻഡ് ഇൻഫെക്ഷൻ യുവർ ബ്ലഡ്. നമ്മുടെ ബ്ലഡിലാണ് ഇത് ഭയങ്കര പറ്റുന്നത്, ശരീരത്തിലല്ല, നമ്മുടെ ബ്ലഡിൽ അണുബാധ വരും. അപ്പൊ അണുബാധയോടുള്ള ശരീരത്തിന്റെ പ്രതികരണം അതിന്റെ ടിഷ്യൂസിന്, ആ ശരീരത്തിലുള്ള കോശങ്ങൾ, ടിഷ്യൂസിനൊക്കെ, അവയവങ്ങൾക്കൊക്കെ ഉണ്ടാകുമ്പോ നമുക്കൊരു അവസ്ഥ ഉണ്ടാവും നമ്മുടെ ശരീരത്തിന് ജീവിക്കാൻ വേണ്ടി. വെല്ലുവിളിക്കലപ്പ ഞാൻ ജീവിക്കും, തരണം ചെയ്യും എന്നുള്ള ആ ഒരു വെല്ലുവിളി. പക്ഷെ സെപ്സിസ് വന്ന ഇൻഫെക്ഷൻ കൊണ്ട് നിറയും. നമ്മുടെ ബ്ലഡില് ഫുൾ ഇൻഫെക്ഷൻ ആണെങ്കിൽ ആ ബ്ലഡ് നമ്മുടെ കാലിന്റെ അറ്റം തുടങ്ങി നമ്മുടെ ഈ കൈയുടെ അറ്റം വരെയും ബ്ലഡ് ഇങ്ങനെ പാസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് പോകുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ഇൻഫെക്ഷൻ അടങ്ങിയ ബ്ലഡ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോ എല്ലാ ഭാഗത്തും ഇൻഫെക്ഷൻ വരൂലേ. അപ്പൊ ഈ ഉള്ളിൽ ഇൻഫെക്ഷൻ നടന്നിട്ട് അങ്ങനെ അത് സീരിയസ് ആണ്, എമർജൻസി ആണ്, ക്രിട്ടിക്കൽ ആണ്, മരിക്കും. അതാണ് സെപ്സിസ് എന്ന് പറയുന്നത്. അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നു, സെപ്സിസിന്റെ ലക്ഷണങ്ങൾ നമുക്ക് ഇത് പിന്നെ പഠിക്കാനുണ്ട്. നമ്മളിപ്പോ എന്തിനാണ് വെന്റിലേറ്റർ ഉപയോഗിക്കുന്നതെന്ന് മാത്രം പഠിച്ചാൽ മതി. സെപ്സിസിന്റെ ലക്ഷണങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അടുത്ത ക്ലാസ് നമുക്ക് അതിനെ കുറിച്ച് ഉണ്ടാവും പഠിക്കാം. പിന്നെന്താ, അപ്പർ സ്പൈനൽ കോഡ് ഇഞ്ചറി. എന്താ, നമ്മുടെ മുകളിൽ സ്പൈനൽ കോഡ്, സുഷുമ്ന നാഡിക്ക് മുകളിലുള്ളത്. സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് എന്താ, സുഷുമ്ന നാഡി ഉണ്ട്, സുഷുമ്ന നാഡി, അതിന് മുകളിലുള്ള സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് നമുക്ക് ബാക്കില്
നമ്മുടെ ഈ ബാക്കിന്റെ നേരെ അറ്റം വരെ ഒരു വലിയ കോഡ് സ്പൈനൽ കോഡ്. ഇപ്പൊ പ്രഗ്നന്റ് ഒക്കെ ആയിരിക്കുമ്പോ പ്രസവത്തിനൊക്കെ ആണെങ്കിൽ ഓപ്പറേഷൻ വേണമെന്ന് പറയണ പേഷ്യന്റിന് എങ്ങനെയാണ് ഈ സ്പൈനൽ കോഡിൽ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കും. അവിടെയാണ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് അവർക്ക്. അവിടെ ആ ഒരു ഞരമ്പ് വലിയ ഞരമ്പാണ്, നമ്മുടെ വലിയ കോഡാണ്. ആ ഒരു ഇതിൽ കൊടുത്താൽ എല്ലാ ഞരമ്പുകളും മരയ്ക്കും. പിന്നെ അവിടെ മരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ സ്പൈനൽ കോഡിനെ വളച്ച് നിർത്തിയിട്ട് ഓപ്പറേഷൻ ചെയ്തവർക്കൊക്കെ അറിയാൻ പറ്റും. ഓപ്പറേഷൻ ചെയ്ത ഒരുപാട് പേര് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അവർക്കൊക്കെ അറിയാൻ പറ്റും എങ്ങനെ വളച്ച് അവരെ നിർത്തിയിട്ട് സ്പൈനൽ കോഡിൽ ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഫുൾ ഞരമ്പുകളൊക്കെ തളരും. നമുക്ക് അങ്ങനെ തോന്നും. കാരണം ഏറ്റവും മെയിൻ ആയ ഒരു കോഡിനാണ് നമ്മൾ ഇഞ്ചക്ഷൻ കൊടുത്തത്. അപ്പൊ അതിന്റെ മുകളിലുള്ള സ്പൈനൽ കോഡ് അതിനെന്തെങ്കിലും മുറിവ് വന്നാൽ, അതിനെന്തെങ്കിലും ഇഞ്ചുറി വന്നാൽ നമുക്ക് വെന്റിലേറ്റർ ഉപയോഗിക്കാം. പിന്നെ പ്രീമേച്ചർ ലങ് ഡെവലപ്മെന്റ് ഇൻ ബേബീസ് എന്ന് വെച്ചാൽ അകാല ലങ് ഡെവലപ്മെന്റ് വളർച്ചയ്ക്ക് പ്രീമേച്ചർ കുട്ടികളുടെ ബേബീസിനൊക്കെ ലങ് വളരാനായിട്ട് അവർക്ക് ചില കുട്ടികൾക്ക് വളർച്ച ഉണ്ടാവില്ല. ചില കുട്ടികളോട് 8 മാസം 9 മാസമൊക്കെ ഓപ്പറേഷൻ ചെയ്ത് കുട്ടീനെ എടുത്താലും കുട്ടിക്ക് ലങ്സിന് വളർച്ചയില്ല. അപ്പൊ എന്ത് ചെയ്യും? കുറച്ച് നാള് അവരെ വെന്റിലേറ്ററിൽ ഇടണം. പിന്നെ ഒരു 2 ആഴ്ച വെന്റിലേറ്ററിൽ ഇട്ടാൽ കുട്ടി റെഡിയാവും. കുട്ടിയുടെ വളർച്ച കുറവ്, കുട്ടി വളർന്നു പക്ഷെ ലങ്സ് വളർന്നില്ല. ഓക്കെ, അങ്ങനൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിലും അവിടെ എന്തിടാൻ പറ്റും? കുട്ടീനെ നമുക്ക് വെന്റിലേറ്ററിൽ ഇടാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വെന്റിലേറ്റർ ഉപയോഗിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് വെന്റിലേറ്റർ ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ ഇത് വലിയ പാടൊന്നുമില്ല. വെന്റിലേറ്റർ എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാൻ പറ്റും എന്താ വെന്റിലേറ്റർ എന്ന്. അപ്പൊ നമ്മൾ വെന്റിലേറ്ററിന്റെ കാര്യം ഇൻട്രഡക്ഷനിൽ പഠിച്ചു, വെന്റിലേറ്ററിന്റെ 2 പേര് പഠിച്ചു, അതുപോലെ തന്നെ എന്തിനൊക്കെയാണ് നമ്മൾ വെന്റിലേറ്റർ ഉപയോഗിക്കണേ എന്ന് പഠിച്ചില്ലേ? അപ്പൊ നമുക്ക് ഇന്നത്തെ ഇത്രയും പഠിച്ചാൽ മതി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡ്യൂറിങ് സർജറി വെന്റിലേറ്റർ കുറച്ച് നമുക്ക് എടുക്കാം. നമുക്ക് ഈ അടുത്ത ആഴ്ചയോടുകൂടി നമുക്ക് ഈ വെന്റിലേറ്റർ എന്നുള്ള ചാപ്റ്റർ ഫിനിഷ് ചെയ്യാം. ഓക്കെ, കൂടുതൽ നേരത്തെ നമ്മുടെ ചാപ്റ്റർ എടുത്ത് തീർന്നാൽ എന്തുണ്ടാവും? നിങ്ങൾക്ക് എക്സാമിന് പഠിക്കാൻ സമയം തരും, സ്റ്റഡി ലീവ് തരും, നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റും. അതല്ല പെട്ടെന്ന് തീർന്നില്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും എത്തി. ഓക്കെ, അപ്പൊ എല്ലാവർക്കും താങ്ക് യു. ക്ലാസ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, വേറെ ഡൗട്ടോ ബുദ്ധിമുട്ടോ ഒന്നും ഇല്ലല്ലോ? എന്തെങ്കിലും ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക്? ഞാൻ മ്യൂട്ട് ഓൺ ആക്കിയിട്ടുണ്ട്. 3 മിനിറ്റ് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാൻ എന്തെങ്കിലും ചോദിച്ചോ? ഒന്നുമില്ല. എന്താ? 6th പോയിന്റ്. ഓക്കെ പറയാം. 6th പോയിന്റ് ഏതാ? 1 2 3 4 5 6. ന്യൂമോണിയ റിലേറ്റഡ് വിത്ത് വൈറൽ. അതാണോ? ന്യൂമോണിയ റിലേറ്റഡ് വിത്ത് വൈറൽ ഓർ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആണോ? എന്ന് വെച്ചാൽ നമുക്ക് ന്യൂമോണിയ ബാധിക്കൂലേ? ന്യൂമോണിയ എന്ന് വെച്ചാല് നമുക്ക് പനിയൊക്കെ വന്നിട്ട് ഇൻഫെക്ഷൻ തന്നെ, ഇതും ഇൻഫെക്ഷൻ തന്നെയാണ്. പനിയൊക്കെ വരുമ്പോൾ നമുക്ക് ലങ്സിന് ന്യൂമോണിയ ബാധിക്കും. പനി നമ്മൾ വെച്ചൂട്ടിരുന്ന് അത് ന്യൂമോണിയ ആയിട്ട് മാറും. അത് വൈറൽ ആയിട്ട് വരാം, അല്ലെങ്കിൽ ബാക്ടീരിയ പരമായിട്ടും വരാം. അതാ പറഞ്ഞത്. റിലേറ്റഡ് എന്തായിട്ട് വരാം നമുക്ക് ന്യൂമോണിയ? വൈറൽ ആയിട്ട് വരാം, അല്ലെങ്കിൽ ബാക്ടീരിയ ആയിട്ട് ഇൻഫെക്ഷൻ, അങ്ങനെ കയറണ ഇൻഫെക്ഷൻസ്. അതാണ് ന്യൂമോണിയ റിലേറ്റഡ് എന്ന് പറഞ്ഞത്. അങ്ങനെ ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെന്റിലേറ്റർ ഉപയോഗിക്കാൻ പറ്റും. ഓക്കേണാ? മാം 11ാമത്തെ പോയിന്റ് ഒന്നും കൂടെ പറഞ്ഞു തരുമോ? 11. അപ്പൊ 1 2 3 4 ഹൈപ്പർക്യാപ്നിക് റെസ്പിറേറ്ററി ഫെയിലിയർ അല്ലെ? ഹൈപ്പർക്യാപ്നിക് എന്ന് വെച്ചാൽ റെസ്പിറേറ്ററി ഫെയിലിയർ എന്ന് വെച്ചാൽ നമുക്ക് എന്താ? ശ്വസന പരാജയം എന്നാണ് പറയുന്നത്. റെസ്പിറേറ്ററി ഫെയിലിയർ എന്ന് വെച്ചാൽ ശ്വസന പരാജയം എന്ന് വെച്ചാൽ ഹൈപ്പർക്യാപ്നിക് ആയിട്ട് നമുക്ക് ശ്വസിക്കാൻ പറ്റണില്ല. ലങ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു. ഇപ്പൊ ഭയങ്കര ഇപ്പൊ ആഴത്തിൽ ഇവർക്കൊരു ചുമ വന്നു വിചാരിക്കും. നമുക്കൊരു ചുമ വന്ന് ഭയങ്കര ആഴത്തിൽ ചുമ വന്ന് നമ്മളത് നമുക്ക് ശ്വാസം കിട്ടാത്ത രീതിയിൽ ചുമ വന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ? റെസ്പിറേറ്ററി ഫെയിലിയർ ആവും. നമ്മുടെ ശ്വസനനാളം എന്താവും? ഫെയിലിയർ ആവും. ഓക്കെ, അതാണ് അവിടെ അങ്ങനെ പറയണത്. മനസ്സിലായ? മനസ്സിലായി മിസ്. ഓക്കെ, ഇനി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ.
നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. Have a nice day, ma'am. താങ്ക് യു. Thank you, Miss. ഓക്കെ, വെൽക്കം. മിസ്സിന്റെ ക്ലാസ് അടിപൊളിയായിരുന്നു. താങ്ക് യു.